അലൈക്കും വറഹ്മത്തുള്ളാഹ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് അറബിക് അക്ഷരമാല പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അറബിക് അക്ഷരമാല, ആൽഫബറ്റ്. അപ്പോൾ ഒരു ക്ലാസ് നമ്മൾ കഴിഞ്ഞു അല്ലേ? ഇന്നലെ പഠിച്ച പാഠമാണത്, കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച പാഠമാണത്. അ ബ ത സ ജ ഹ ഹ ദ ദ റ. ശരി, ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് അറിയോ? ഇതിന് നമ്മൾ ആ എന്നുള്ളതിനെ ഇ ആക്കി മാറ്റണം, ബ എന്നുള്ളതിനെ ബി ആക്കി മാറ്റണം, ത എന്നുള്ളത് തീ ആക്കണം, സ സി ആക്കണം. എല്ലാത്തിനും വള്ളി കൊടുക്കണം. മലയാളത്തിൽ പറഞ്ഞ എല്ലാത്തിനും വള്ളി കൊടുക്കണം. മനസ്സിലായില്ലേ? ഇങ്ങനെ എല്ലാത്തിനും വള്ളി കൊടുക്കാം. അതെങ്ങനെ എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് പറയുന്നത്. മനസ്സിലായോ? ആ എന്നുള്ളത് എങ്ങനെ ഇ എന്ന് എഴുതുക. മനസ്സിലായി? വളരെ സിമ്പിളാണ്. മലയാളത്തിന്മാർക്ക് ഇടങ്ങാറൊന്നുമില്ല, വളരെ സിമ്പിൾ. എന്താ ചെയ്യുക ശ്രദ്ധിക്കുക. ഈ ആ എന്നുള്ളത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആ എന്നുള്ളത് ഈ ആക്കി മാറ്റാൻ എന്താ ചെയ്യേണ്ടത്? ഈ ആരെ ഇത് മുകളത്തെ വരെ മായ്ക്കാം. ഈ വര മുകളത്തെ വര മായ്ക്കുക, ശേഷം താഴെ വര കൊടുക്കുക. അപ്പൊ അതിൻ്റെ പേര് ഇ എന്നാണ്. വളരെ സിമ്പിൾ. അപ്പൊ അത് എന്തായി? ഇ എന്നായി. മനസ്സിലായില്ലേ? ബിയും അങ്ങനെ തന്നെ. ബിയും അങ്ങനെ തന്നെ. ഇത് ചെയ്യുക, മുകളത്തെ വര മായ്ച്ചിട്ട് താഴെ വര കൊടുക്കുക. അപ്പോൾ അതിൻ്റെ പേര് ബി എന്നാണ്. ബി. എല്ലാം അങ്ങനെ തന്നെ, താഴെ വര കൊടുത്താൽ മതി. മനസ്സിലായില്ലേ? നമ്മൾ ചെയ്ത് നോക്കുക. സ, തി, സ, സി, ജ, ജി, ഹ, ഹെ. മനസ്സിലായില്ലേ? ഹ, ഹി, ദ, ദി, ല, ദി, റ, റി. എല്ലാത്തിനും താഴെ വരെ കൊടുത്താൽ അതിന് വള്ളി കൊടുത്തതിന് തുല്യമായി. മലയാളത്തിൽ വള്ളി കൊടുക്കാന്നല്ല പറയാം, വള്ളി ഇട്ടതിന് തുല്യമായി. അപ്പോൾ എന്തായി? ഇ, ബി, തി, സി, ജി, ഹി, ഹി, ദി, റി, റി. മനസ്സിലായില്ലേ? ഇത് ഒറ്റക്ക് വായിക്കുകയാണെങ്കിൽ എന്താ വായിക്കുക? ഇത് ഈ വരല്ലാതെ ഒറ്റക്ക് വായിക്കുകയാണെങ്കിൽ എന്താ വായിക്കുക? അത് വേറെ രീതിയിലാണ് വായിക്കുക. പണ്ട് അങ്ങനെയായിരുന്നു പഠിപ്പിച്ചിരുന്നത്. ആദ്യം വരല്ലാതെ പഠിപ്പിക്കും, പിന്നെ വരട്ട് പഠിപ്പിക്കും. വരല്ലാതെ പഠിപ്പിച്ചിരുന്ന ആ രീതി ഞാൻ പറഞ്ഞുതരാം. പക്ഷെ ഇപ്പോഴത്തെ രീതി ഇപ്പം ഇങ്ങനെയാണ്. പണ്ടത്തെ രീതി എങ്ങനെയാണെന്ന് നിങ്ങൾ വരല്ലാതെയായിരുന്നു ആദ്യം പഠിപ്പിച്ചത്. അലിഫ്, ബ, ത, സ. ഈ വരകളൊന്നും ഇല്ലെങ്കിൽ കേട്ടോ. അലിഫ്, ബ, ത, സ, ജീം, ഹ, ഹോ, ദാല്, ദാല്, റ. അങ്ങനെയായിരുന്നു പണ്ട് പഠിപ്പിച്ചിരുന്നത്. ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ വരട്ട് കാണ്ടാണ്. ഇ, ബി, തി, സി, ജി, ഹെ, ഹി, ദി, റി, റി. ഇനി അതിന് വള്ളിക്കോട്ട് കൊടുക്കാം. മുകളിൽ ആയുള്ള ഊ ആക്കണം. എങ്ങനെ? അത് നമുക്ക് ഇൻഷാ അല്ലാഹ് നാളെ പഠിക്കാം. ഇപ്പം നമ്മൾ ആയും പഠിച്ചു, ഈയും പഠിച്ചു, ബായും പഠിച്ചു, ബിയും പഠിച്ചു, ത പഠിച്ചു, തീ പഠിച്ചു, സ പഠിച്ചു, സി പഠിച്ചു, ജ പഠിച്ചു, ജി പഠിച്ചു, ഹെ പഠിച്ചു, ഹി പഠിച്ചു, ഹ പഠിച്ചു, ഹി പഠിച്ചു, ദ പഠിച്ചു, ദി പഠിച്ചു, റ പഠിച്ചു, റി പഠിച്ചു, റ പഠിച്ചു, റീ പഠിച്ചു. 10 അക്ഷരങ്ങൾ. അടുത്ത ഭാഗം ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ എടുക്കാം, അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഇത് 2ാമത്തെ ക്ലാസ്സാണ്. മനസ്സിലാകാത്ത ആളുകൾ റിപ്പീറ്റ് ചെയ്ത് വീഡിയോ കണ്ടാൽ മതി. ഞാൻ ഒന്നുകൂടി വായിച്ചുതരാം. ഇ, മനസ്സിലായില്ലേ? ബി, തി, സി. ഇതെന്ത് ഞാൻ എഴുതാത്തത് അവിടെ? മലയാളം അത് തുല്യമായ അക്ഷരം മലയാളത്തിലില്ല. സി എന്നാണ്. സ എന്ന് പറഞ്ഞാൽ സ. ഈ നാവിൻ്റെ തല ഈ മുൻപല്ലിലേക്ക് കൊണ്ടുവരണം. നാവിൻ്റെ ഈ തല ഈ മുന്നത്തെ പല്ലുമ്പൊക്കെ കൊണ്ടുവരണം. അങ്ങനെയാണ് ഉച്ചരിക്കുക. സി, സി എന്നാണ് ഉച്ചരിക്കുക. സി. അത് എഴുതാൻ കഴിയില്ല. ജി, അതും അങ്ങനെ തന്നെ. ഹേ, ഇതിൽ എഴുതാൻ കഴിയും കേട്ടോ. ജി, ഹേ. ഇതിന് തുല്യമായ വാക്കില്ല, എന്നാൽ ഏകദേശം ഇങ്ങനെയാണ്. ഹീ എന്നല്ല കേട്ടോ. ഹേ, തൊണ്ടിന്ന് തന്നെ ഹേ, ഹേ എന്നുള്ളതാണ്. ഹേ. ഇത് പിന്നെ ഇന്നലെ പറഞ്ഞു. ഹേ, നമ്മൾ തൊണ്ടയിൽ മുള്ളുകൂടി ഇങ്ങനെ ഉണ്ടാവും. അങ്ങനെയാണ് ഇത് ഉച്ചരിക്കുക. ഹേ, ഹ, ഹേ. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ ദി,
ദി, ദി ഇതും എഴുതാൻ കഴിയില്ല. അതും അങ്ങനെ തന്നെ. നാവിന് നമ്മൾ മുൻപല്ലിലേക്ക് കൊണ്ടുവരണം. മുൻപല്ലിലേക്ക് നാവിനെ കൊണ്ടുവരണം എന്നിട്ട് ഉച്ചരിക്കണം. അപ്പോൾ റി എന്നാവും. റി. ഇത് റി. മനസ്സിലായില്ലേ? ഇ ബി തി സി ജി ഹെ ഹി ദി റി റൈ. പിന്നെ ഈ പുള്ളികളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് കേട്ടോ. ഇതൊക്കെ പുള്ളി വെറുതെ ഇട്ടല്ല, പുള്ളി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് മറക്കരുത്. എല്ലായിടത്തും പുള്ളി വേണം. ഈ പുള്ളി ഇട്ടോടത്തൊക്കെ പുള്ളി വേണം. പുള്ളി ഇല്ലാത്തടത്ത് വേണ്ട. ഇവിടെ ഒരു പുള്ളി, ഇവിടെ 2 പുള്ളി, ഇവിടെ 3 പുള്ളി, ഇവിടെ 1 പുള്ളി, ഇവിടെ ഒരു പുള്ളി, ഇവിടെ ഒരു പുള്ളി. പുള്ളി ഇല്ലാത്തടത്ത് പുള്ളി വേണ്ട, പുള്ളി എല്ലായിടത്ത് പുള്ളി വേണം. പറയാൻ മനസ്സിലായില്ലേ? അതായത് ഈ പുള്ളിൻ്റെ ചരിത്രം എന്താണെന്ന് ചോദിച്ചാൽ, പണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് പുള്ളി ഇല്ലായിരുന്നു. സഹാബത്തിൻ്റെ കാലത്ത് പുള്ളി ഇല്ലായിരുന്നു. പുള്ളി ഇല്ലാതെയായിരുന്നു അവരൊക്കെ ഖുർആൻ ഓതിയിരുന്നത്. പിന്നീട് വന്ന ആളുകൾ, സഹാബത്തിനൊക്കെ ശേഷമാണ് ഈ പുള്ളികളൊക്കെ ഉണ്ടായത്, ഉടലെടുത്തത്. അതിൻ്റെ കാരണം എന്താ ചോദിച്ചാൽ, അറബികളല്ലാത്ത ആളുകൾ കുറേ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. അറബി മാതൃഭാഷയെ സംസാരിക്കുന്ന ആളുകൾക്ക് പുള്ളില്ലെങ്കിലും വായിക്കാൻ പ്രയാസമല്ല. അതേ സ്ഥാനത്ത് അറബികളല്ലാത്ത നമ്മളെപ്പോലുള്ള ആളുകളൊക്കെ ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോൾ അവർക്കിത് വായിക്കാൻ പ്രയാസമായപ്പോൾ പിന്നീട് കണ്ടുപിടിച്ചൊരു മാതൃകയാണ് ഈ പുള്ളികളും ഈ വരകളൊക്കെ. ഇതൊന്നും നബിൻ്റെ കാലത്തില്ല. ഈ പുള്ളിയില്ല, വരയൊന്നുമില്ല. അത് ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു വീഡിയോ പിന്നെ അതിന് വിശദമായിട്ട് നമുക്ക് പറയാം. ഓക്കെ. അപ്പം എന്തായാലും നമുക്കിത് പുള്ളി നിർബന്ധമാണ്. മനസ്സിലായില്ലേ? ഒന്ന് വായിച്ചിട്ട് ഇ ബി തി സി ജി ഹെ ഹി ദി റി റൈ. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.